ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. 1971 ഫെബ്രുവരി 2 ഇറാനിലെ കാസ്പിയൻ കടൽ തീരത്തിലെ റംസാർ നഗരത്തിൽ വെച്ച് ലോക തണ്ണീർത്തട ഉടമ്പടി ഒപ്പുവെക്കുകയുണ്ടായി. ഈ ദിവസത്തെ ഓർമ്മ നിലനിർത്താനും തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനുമാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. 1997 ഫെബ്രുവരി 2 മുതലാണ് ആഗോളതലത്തിൽ തണ്ണീർത്തട ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. 2026 ലോക തണ്ണീർത്തട ദിന പ്രമേയം തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകത്തെ ആഘോഷിക്കുന്നു. വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. 2025 പ്രമേയം നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നിങ്ങനെയാണ്. ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം 98 ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് ഹിമാചൽ പ്രദേശിലെ രേണുക തടാകവുമാണ്. കേരളത്തിൽ ആകെ 3 റംസാർ സൈറ്റുകളാണുള്ളത്. വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് വേമ്പനാട്ട് കായലാണ്. ഇനി ഇന്ത്യയിൽ നിന്നും പുതിയതായി റംസാർ പട്ടികയിൽ ഇടം നേടിയ സൈറ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത് പട്ന പക്ഷി സങ്കേതമാണ്. ഉത്തർപ്രദേശിലെ എറ്റ ജില്ലയിലാണ് ഈ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം എന്ന ഒരു പ്രത്യേകത കൂടി പട്ന പക്ഷി സങ്കേതത്തിന് ഉണ്ട്. രണ്ടാമത്തേത് ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചരിദണ്ഡാണ്. ഇവ രണ്ടുമാണ് റീസെൻ്റ്ലി റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.